everyone, molbinstaste എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ ഡിഷാണ് കേട്ടോ. ഏകദേശം ഒരു ആലു ഗോബി ടൈപ്പ് ആണ്. അതിൽ കുറച്ച് ഞാൻ നോർത്ത് ഇന്ത്യൻ സ്പൈസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇതുപോലത്തെ വലിപ്പമായിരിക്കണം കേട്ടോ. കോളിഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ കുറച്ചൊരു 10 മിനിറ്റ് ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെക്കണം. അതിനകത്തുള്ള രോഗാണുക്കളൊക്കെ ഒന്ന് മാറാൻ, പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇനി ആദ്യത്തത് നമുക്ക് പൊട്ടറ്റോ പീൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പൊട്ടറ്റോയും ഇത് സ്ക്വയർ പീസാക്കി വെള്ളത്തിലിട്ട് വെക്കണം. അത് മഞ്ഞൾ വെള്ളത്തിലല്ല, സാധാരണ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അതും ഇതിന്റെ അളവെല്ലാം ഇതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ. എളുപ്പത്തിൽ സവാള പീൽ ചെയ്യുന്ന ഇങ്ങനെയുണ്ട്. 2 അറ്റവും മുറിച്ചതിന് ശേഷം ഒന്ന് ലിറ്റ് ചെയ്തിട്ട് ഇതുപോലെ പൊളിച്ചാൽ പെട്ടെന്ന് സവാള പൊളിച്ച് കിട്ടാം. ഇതുപോലെ സവാള ഇതുപോലെ പീസാക്കി എടുക്കണം കേട്ടോ, സ്ക്വയർ പീസ്. ഇതൊരു 2 മീഡിയം സവാളയാണ് കേട്ടോ. ഇത്രയും മതി. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. 4 പച്ചമുളക്. അത് ഇതൊന്ന് സ്ലിറ്റ് ചെയ്ത് വെച്ചാൽ മതി. പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. 2 ഇതുപോലെ മീഡിയം ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതും ഇതുപോലെ സ്ക്വയർ ആയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 8 പീസാക്കിയാൽ മതി ഒരു ടൊമാറ്റോ. ഇപ്പം നമ്മൾ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് തുടങ്ങാം. അതായത് പാൻ വെച്ചിട്ട് നമ്മൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. ജീരകം ഇടുക. സവാള ഉടനെ തന്നെ ഇടുക. പാൻ ചൂടായി മൂടി വെക്കുകയാണേ. സവാള ഒന്ന് പകുതി വെന്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. നല്ലപോലെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് വെച്ചിരിക്കുവാണ് കേട്ടോ. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നോക്കുക. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഈ 2 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുന്നത് കേട്ടോ. അപ്പൊ സവാളയുടെ കൂടി തന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ചേരണ്ട പച്ചമുളക്. ഇനി ഇതൊന്ന് 5 മിനിറ്റ് മൂടി വെക്കാം. നമുക്കിത് തുറന്നു നോക്കാം. ടൊമാറ്റോയൊക്കെ ഒന്ന് പകുതി വെന്തോന്ന്, ഒത്തിരി വെന്ത് അരിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ആദ്യം നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിന് അധികം വേവില്ലല്ലോ. പൊട്ടറ്റോ ഇട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി മൂടി വെക്കാം. പൊട്ടറ്റോ ഒരു പകുതി വേവാകുമ്പോൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. അങ്ങനെ പൊട്ടറ്റോ ഒന്ന് പകുതിയോളം വെന്ത് വരട്ടെ. ഇനി നമ്മൾക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോരുത്, കാരണം ടൊമാറ്റോയിൽ നിന്ന് വെള്ളം വരും. 1/4 കപ്പ്. ഉപ്പിട്ടിട്ടില്ല. നമ്മൾക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒക്കെ ആവശ്യത്തിന്. മൂടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. പകുതിയോളം പൊട്ടറ്റോയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചോദിക്കുക എന്താ ഇപ്പോഴിട്ടെന്ന്. അതായത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ. അതിനൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർക്കും. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
ടൊമാറ്റോ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഉടഞ്ഞു ഒന്നും പോയിട്ടില്ല. പിന്നെ ഗരം മസാലയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമ്മൾക്ക് ഇറക്കാൻ നേരത്ത് ടേസ്റ്റ് എല്ലാം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കഴുകി കൊണ്ടുവന്നാണ് കേട്ടോ. ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ഇത് ചേർക്കത്തില്ല കേട്ടോ. ഉള്ള വെള്ളത്തിൽ കിടന്ന് ഇത് നല്ലതുപോലെ വെന്ത് വരും. മൂടി വെക്കാം. 10 മിനിറ്റ് വേവേണ്ട ആവശ്യമുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം വെന്തോ അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്തായാലും വെന്തെന്ന് തോന്നുന്നത് നല്ല മണം വരുന്നുണ്ട്. ഒന്നും കൂടി നല്ല ഗ്രേവി ഒന്ന് കുഴഞ്ഞു വരട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ച് കൊടുക്കാം. ഉപ്പും എരിവെല്ലാം കറക്റ്റിനാണ്. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുവാണ്. കുറച്ച് മല്ലിയില ഇതുവരെ പിച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മിന്റ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മിന്റും കൂടി ചേർക്കാം. അധികമായി പോരുത് കേട്ടോ. ടേസ്റ്റ് എല്ലാം കൂടി ബ്ലെൻഡ് ആകാൻ വേണ്ടി 1 ടീസ്പൂൺ ഷുഗറും കൂടി ഞാൻ ചേർക്കുവാണ് കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ ഷുഗർ ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ച് നമുക്കിനി സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെർവ് ചെയ്യാൻ പോകണം. സെർവ് ചെയ്യണം മുന്നേ ഒരു നുള്ളു കസ്തൂരി മെന്തി ഇങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് ചേർത്ത് ഒരു നുള്ളു മതി കേട്ടോ. അധികം ഒന്നും വേണ്ട. നമുക്ക് സെർവ് ചെയ്യാം. വീട്ടിലെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.